നമ്മുടെ ആരുടെയെങ്കിലുമൊക്കെ ജാഗ്രത കുറവുകൊണ്ട് കൈവിട്ടു പോകുന്ന ജീവിതങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഓണചിന്തയിലേക്ക് കടന്നത്. എന്താ PTSD ആയിരുന്നു. അങ്ങനെ കൈവിട്ടുപോയ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് ആ ചിന്തയിൽ ഇനി പറയാനുള്ളത് ഒരു മൂഡ് സ്വിങ്സിനെ കുറിച്ചാണ്. അത് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് നമ്മളെ തന്നെയോ നമ്മുടെ കൂടെയുള്ളവരെയോ നമ്മൾ കണ്ടുമുട്ടുന്നവരെയോ ഒക്കെ നമുക്കൊരു പക്ഷേ സഹായിക്കാൻ സാധിച്ചെന്ന് വരും. അതുകൊണ്ട് മൂഡ് സ്വിങ്സ് എന്നുള്ളത് നമ്മുടെ ബ്രെയിനിലെ ചില കെമിക്കൽസിൻ്റെ ഇംബാലൻസ് കൊണ്ടുണ്ടാവുന്നതാണ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യരിലും ചില മൂഡ് സ്വിങ്സ് ഉണ്ട്. അത് ആദ്യമേ തിരിച്ചറിയുക. ഒരു മനുഷ്യനും അപ്രകാരമുള്ള പെർഫെക്റ്റ് അല്ല. അത് പല കാരണം കൊണ്ട് ചിലരുടെ കാര്യത്തിൽ ഇംബാലൻസ് കൂടുതൽ വരാം എന്ന് മാത്രമേ ഉള്ളൂ. പ്രധാനമായിട്ടും ഒരു എൻവയൺമെൻ്റ് സ്ട്രെസ് കൊണ്ട് ഇത് വരാം. ചില കെമിക്കൽ റീസൺസ് കൊണ്ടും വരാം, മെഡിക്കൽ റീസൺസ് കൊണ്ടും വരാം. മെഡിക്കൽ റീസൺസ് കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റിനെ, ഡോക്ടറെ കണ്ട്, സൈക്കാട്രിസ്റ്റിനെ തന്നെ കണ്ട് അതിനുള്ള സൗകര്യം, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അത് എടുക്കുന്നതിനോടൊപ്പം തന്നെ ഒരു മരുന്ന് കൊണ്ടും ഇങ്ങനെയുള്ള ഈ നമ്മുടെ മൂഡ് സ്വിങ്സ് ഒന്നും പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ ഓരോ സ്റ്റേജിൽ ഈ മൂഡ് സ്വിങ്സ് ഉണ്ടാവും. ബാല്യത്തിൽ നിന്നും കൗമാരത്തിലേക്ക്, കൗമാരത്തിൽ നിന്നും മധ്യവയസ്കരിൽ നിന്നും പിന്നെ ഒരു വാർദ്ധക്യത്തിലേക്ക്, ആ കിടക്കുന്ന കാലഘട്ടങ്ങളിലെല്ലാം ഓരോ മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അത് സ്ത്രീകളിലും പുരുഷന്മാരിലും വ്യത്യസ്ത അവസ്ഥകളിലും അതുണ്ടാവും. അതിനെയെല്ലാം എങ്ങനെ നേരിടണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. ഞാൻ ഇപ്പം നമ്മുടെ കോടതികളിലൊക്കെ പൊതുവെ ഈ വിവാഹമോചനത്തിനായിട്ട് എടുക്കുന്ന ഗ്രൗണ്ടുകളിൽ ഒരു പ്രധാനപ്പെട്ട ഗ്രൗണ്ടാണ് ബൈപ്പോളാർ ഡിസോർഡർ ഉണ്ട് എന്നുള്ളൊരാരോപണം. അത് ഭാര്യ ഭർത്താവിനെതിരെയും ഭർത്താവ് ഭാര്യയ്ക്കെതിരെയും ഉന്നയിക്കുന്നതാണ്. ബൈപ്പോളാർ ഡിസോർഡർ എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ ഈ ആരോപിക്കപ്പെടുന്ന എല്ലാം ബൈപ്പോളാർ ഡിസോർഡർ ആവണമെന്നില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു തെളിവ് ഞാൻ പറയാം. എനിക്കറിയാവുന്ന ഒരു 4-5 കേസുകളെങ്കിലും ഇങ്ങനെ ബൈപ്പോളാർ ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞ ബ്രേക്ക് ഡൗൺ എത്തി, ഇറിട്രീവബിൾ ബ്രേക്ക് ഡൗൺ ആയി, ഈ തിരിച്ചു പിടിക്കാൻ പറ്റാത്തോണം തകർന്നു എന്ന രീതിയിൽ പറഞ്ഞ് അവസാനം പല കാരണങ്ങൾ വേറെയും കൂടെ ചേർത്ത് വിവാഹമോചനം നേടിയവർ പുനർവിവാഹം കഴിച്ചപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇവർ ആരോപിച്ച ഈ ബൈപ്പോളാർ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡർ മാത്രമായിരുന്നു. അല്ലെങ്കിൽ അതിനെ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നും പറയാം. അങ്ങനെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ ഊതി വീർപ്പിച്ച് യഥാർത്ഥമായിട്ടുള്ള എന്താ പറയുക, മനസ്സിലെ ഇഷ്ടക്കേടിൻ്റെ മറയാക്കി അതിനെ അവതരിപ്പിച്ച് അത് ബൈപ്പോളറാക്കി വിവാഹമോചനം നേടിയവരാണ് ഞാൻ പറഞ്ഞ് സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തുമാവട്ടെ, ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ളത് ഒരുപാട് മനുഷ്യരിൽ കാണാൻ കഴിയും. ഒരു എൻവയൺമെൻ്റൽ സ്ട്രെസ്സിൻ്റെ പേരിൽ ഉണ്ടാകുന്നതാണ്. അപ്പം അതിനെ മറികടക്കാനായിട്ട് നമുക്ക് നമ്മുടെ ഈ ഭക്ഷണ രീതി, പുകവലിയും ആൽക്കഹോളിസവും ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് മാറേണ്ടി വരും. അതുപോലെ ഒരു മറ്റ് മരുന്നുകൾക്ക്, സ്ഥിരമായി ചില മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇതുണ്ടാവാം എന്നും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ആൽക്കഹോളിസവും അതുപോലെ ഇങ്ങനൊരു ഡ്രഗ് അഡിക്ഷനും, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അഡിക്ഷൻ എന്ന് പറയും, അതായത് ഈ എന്താ പറയുക, നാർക്കോട്ടിക് ഡ്രഗ്സിൻ്റെ അഡിക്ഷൻ, ഇത് ഉണ്ടാക്കുന്ന സ്ട്രെസ് ഡിസോർഡേഴ്സ് ഒരുപാട് പേരിലുണ്ട്. അതൊരു സത്യം തന്നെയാണ്. അതിൽ നിന്ന് മോചനം കിട്ടുക മാത്രം മാർഗമുള്ളൂ. അതിൽ നിന്ന് മോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആ അന്തരീക്ഷത്തിൽ നിന്ന് അവരെ മാറ്റണം, ആ ഇക്കോസിസ്റ്റത്തിൽ നിന്ന് അവരെ മാറ്റണം. ആ ഇക്കോസിസ്റ്റത്തിൽ നിന്ന് അവർക്ക് മാറി നിൽക്കാൻ സാധിച്ചാൽ അവർക്കൊരു വെളിവ് കിട്ടും. വെളിവ് കെട്ട ഇക്കോസിസ്റ്റത്തിൽ ജീവിക്കുമ്പോഴാണ് വെളിവ് കിട്ടാതെ പോകുന്നത്. അപ്പം വെളിവ് കിട്ടാൻ തക്കവണ്ണം വെളിവ് കെട്ട ഇക്കോസിസ്റ്റത്തിൽ നിന്ന് മാറ്റി കുറച്ച് നാൾ താമസിക്കുകയും പ്രകൃതിയോട് കൂടുതൽ
അടുക്കുകയും ജീവിത സാഹചര്യങ്ങളിൽ ആവശ്യമായിട്ടുള്ള ആത്മീയ ദർശനങ്ങൾ ഒക്കെ ലഭിക്കുകയും ചെയ്താൽ ഒരുപാട് മാറ്റങ്ങൾ ഇങ്ങനെയുള്ളവരിൽ കാണുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തുമാട്ടെ അങ്ങനെ എല്ലാ മൂഡ് സ്വിങ്സും നമുക്ക് ഒരു ബൈപോളാർ എന്ന് പറഞ്ഞ് എഴുതി തള്ളേണ്ട കാര്യമില്ല. ഒരുപാട് തരത്തിലുള്ള മൈൽഡ് ഉണ്ട്, ഡിപ്രസീവ് ആയിട്ടുള്ളുണ്ട്, ഹൈപ്പർമാനിയ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്തൊരു ഡോക്ടറുടെ സഹായം തേടേണ്ടത് അങ്ങനെ ചെയ്യണം. പക്ഷെ സാധാരണ ഇതിലുണ്ടാകുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സിനെ കുറിച്ച് ഞാൻ പറയുന്നത്, അത് വളർന്ന് ഒന്നുകിൽ അതിനെ പർവ്വതീകരിച്ച് മോശമാക്കും, അല്ലെങ്കിൽ അതിനെ വേണ്ട സമയത്ത് ശ്രദ്ധിക്കാതെ പോയതിൻ്റെ പേരിൽ കോംപ്ലിക്കേഷൻസിലേക്ക് വരും. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള കൊച്ചു ഡിസോർഡേഴ്സ് കാണുമ്പോൾ അവരെ ആ ഇക്കോ സിസ്റ്റത്തിൽ നിന്നും ഒന്ന് മാറ്റാനും അവർക്കൊരു സൗഹൃദം കൊടുക്കാനും അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനും അവരെ ഒന്ന് മനസ്സിലാക്കാനും അവരെ നേർവഴിക്ക് തിരിക്കാനും നമുക്കൊക്കെ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് അവരെയൊക്കെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നതും എന്നുള്ളത് മറക്കാതിരിക്കുക. നാം കണ്ടുമുട്ടുന്ന ആരും യാദൃശ്ചികമായി നാം കണ്ടുമുട്ടുന്നവരല്ല, നമ്മെ കണ്ടുമുട്ടുന്നവരും യാദൃശ്ചികമായിട്ടല്ല. അത് ദൈവം നമ്മുടെ മുമ്പിൽ അവരെ കൊണ്ടുവരുന്നതാണ്, അല്ലെങ്കിൽ നമ്മളെ അവിടെ എത്തിക്കുന്നതാണ്. ഈ രണ്ട് സാഹചര്യത്തിലും നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് മറക്കാതിരിക്കുക. അങ്ങനെ നമുക്ക് അവരെ നേടാനാവും. നമ്മൾ കൈവിട്ടാൽ അവർ പോകും, നമ്മൾ കൈപിടിച്ചാൽ അവർ തിരിച്ചു വരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.